പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേക അഗ്നിയുടെ പ്രേക്ഷകർക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വചനം സൂക്ഷ്മമായി പാലിക്കുക എന്നതിനെ കുറിച്ച് അത്രേ. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിന്റെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. തിരുവമ്പാടി എന്നുള്ള ലിസമ്മയാണ് തന്റെ ജീവിതത്തിലെ അനുഭവം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഞാൻ തിരുവമ്പാടി സ്വദേശിനിയാണ്. എന്റെ പേര് ലിസമ്മ. ഞാനും എന്റെ കുടുംബവും സ്ഥിരമായി അഭിഷേകാഗ്നി പ്രോഗ്രാം കാണാറുണ്ട്. എന്റെ വലത് കാലിൽ ഒരു മുഴയുണ്ടായിരുന്നു. എന്റെ അനുജത്തിക്ക് ഇത്തരം ഒരു മുഴയുണ്ടായിരുന്നത് കീറിക്കളയുകയായിരുന്നു. എന്റെ മുഴയോർത്ത് എനിക്ക് സങ്കടവും പ്രയാസവുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ എന്റെ ഈ സങ്കടം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഈ മുഴ എടുത്തു മാറ്റി തന്നാൽ ഞാൻ സാക്ഷ്യപ്പെടുത്താം എന്ന് നേർന്നു. അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുത്ത എന്റെ ഈ മുഴ പൂർണ്ണമായി വിട്ടുമാറി എന്റെ കർത്താവ് പോലും ഇല്ലാത്ത വിധം എന്റെ കാലിൽ നിന്ന് മുഴ അപ്രത്യക്ഷമായി. ഒരു കുടുംബത്തിൽ ചേട്ടത്തിക്കും അനിയത്തിക്കും രണ്ടുപേർക്കും മുഴ. അനിയത്തിയുടെ മുഴ ഓപ്പറേഷൻ ഇത് കീറിക്കളഞ്ഞു. ചേട്ടത്തിയുടെ മുഴ ഓപ്പറേഷൻ ഇത് കീറിക്കളഞ്ഞിരിക്കുമ്പോഴാണ് അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ ഇത് കരഞ്ഞ് പ്രാർത്ഥിച്ചത്. യേശുക്രിസ്തുവിന്റെ അത്ഭുത ശക്തി ആ കുടുംബത്തിലേക്ക് വ്യാപരിച്ചു. വലിയ വിടുതൽ ആ കുടുംബത്തിലുണ്ടായി. പ്രൈസ് ദ ലോർഡ്. ആ മുഴ അപ്രത്യക്ഷമായി. ഹല്ലേലൂയ. ഇന്ന് ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും യേശുവിന്റെ ശക്തി വ്യാപരിക്കും. ഒരു നിമിഷം എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ. എല്ലാ കെട്ടുകളും അഴിയട്ടെ കർത്താവേ. കുടുംബങ്ങളിലേക്ക് ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈ വിഷയം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുത വിജയത്തെ കൊണ്ടുവരുന്ന സംഗതി അത്രേ. പ്രൈസ് ദ ലോർഡ്. ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ സന്നിധിയിൽ വ്യാപരിച്ച് അത്യത്ഭുതങ്ങൾ പ്രാപിക്കാൻ ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം നേരിട്ട് ദൈവമക്കളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, നിങ്ങൾ വചനം പാലിക്കുമ്പോൾ സൂക്ഷ്മമായി വചനം പാലിക്കണം. നിങ്ങൾ ഇടം വലം വ്യതിചലിക്കരുത്. സൂക്ഷ്മമായി വചനം പാലിക്കണം. എങ്ങനെയെങ്കിലും കുറെയൊക്കെ പാലിച്ചാൽ മതി എന്ന് ചിന്തിക്കരുത്. അത് ഒരു ഇടർച്ച വെക്കുന്ന ഉപദേശം എത്രേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പാലിക്കുമ്പോൾ വചനം സൂക്ഷ്മമായി പാലിക്കണം എന്നാണ് ദൈവവചനത്തിലൂടെ ദൈവം തന്നെ മക്കൾക്ക് കൽപ്പന നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് ദൈവം തന്റെ മക്കളോട് വചനം സൂക്ഷ്മമായി പാലിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ദൈവ മക്കൾക്ക് മറ്റാർക്കും ഉള്ളതിനേക്കാൾ വലിയ ഉയർച്ച നൽകുന്നതിന് വേണ്ടി തന്നെ. പ്രൈസ് ദ ലോർഡ്. നിയമാവർത്തന ഗ്രന്ഥത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് ഇപ്രകാരം ദൈവത്തിന്റെ വെളിപാട് ലഭിക്കുന്നു. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും, നീ ആരുടെയും ആജ്ഞാനുവർത്തി ആയിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിനക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. ഹല്ലേലൂയ. നിയമാവർത്തനം 28:14 ദൈവമക്കളോട് ശക്തമായി കൽപ്പിക്കുകയാണ്, നിങ്ങൾ ദൈവവചനം അനുസരിക്കുമ്പോൾ ഇടം വലം വ്യതിചലിക്കരുത്. ദൈവവചനം എങ്ങനെയെങ്കിലും അനുസരിച്ചാൽ പോരാ, ദൈവവചനം കുറ്റമറ്റ വിധം അനുസരിക്കണം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവം അബ്രാഹത്തെ വലിയ ഒരു വിജയമാക്കാൻ ആഗ്രഹിച്ചു. അബ്രാഹത്തെ അത്യുന്നതനാക്കാൻ വേണ്ടി ദൈവം അബ്രാഹത്തിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ദൈവം അബ്രാഹത്തോട് ആദ്യം തന്നെ ദൈവം അബ്രാഹത്തോട് കൽപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. അത് ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ. ദൈവം ആദ്യം തന്നെ ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ്. സർവശക്തനായ ദൈവമാണ് ഞാൻ. പ്രൈസ് ദ ലോർഡ്. ദൈവം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതിനുശേഷം ദൈവം ആവശ്യപ്പെടുകയാണ്, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. ദൈവത്തിന്റെ മുമ്പിൽ
ഒരു ദൈവ പൈതൽ വ്യാപരിക്കുമ്പോൾ ദൈവം ആ ദൈവ പൈതലിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ മാനദണ്ഡമാണ് കുറ്റമറ്റവനായി ദൈവത്തിന്റെ സന്നിധിയിൽ വ്യാപരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാക്ക് ബിഫോർ മീ ആൻഡ് ബി പെർഫെക്റ്റ്. നീ എന്റെ സന്നിധിയിൽ വ്യാപരിക്കുക, കുറ്റം അറ്റവനായി വർത്തിക്കുക. എന്താ കുറ്റം അറ്റവനാകുക എന്ന് പറഞ്ഞ അർത്ഥം? കുറ്റം അറ്റവനാകുക എന്ന് പറഞ്ഞാൽ കുറ്റം ഒട്ടുമില്ലാത്ത വണ്ണം നീ കർത്താവിന്റെ സന്നിധിയിൽ വ്യാപരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സൂക്ഷ്മമായി വചനം നീ പാലിക്കണം. എങ്ങനെയെങ്കിലും പാലിച്ചാൽ പോരാ. അച്ഛന്റെ ജീവിതത്തിലെ ഒരു സംഭവം ഇപ്പോൾ നിങ്ങളോട് പങ്കുവെക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ അടുപ്പില്ലാതെ വിഷമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പുകയില്ലാത്ത അല്ലെങ്കിൽ ഒരു ഗ്യാസ് അടുപ്പ് സ്ഥാപിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. അപ്പോൾ ഗ്യാസ് അടുപ്പ് സ്ഥാപിക്കാൻ വേണ്ടി ചില ആളുകൾ സഹായിച്ചു. അങ്ങനെ ഗ്യാസ് അടുപ്പ് സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ സ്ഥാപിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. അപ്പോൾ പാലക്കാടുള്ള ഏജൻസിനെയാണ് ഏൽപ്പിച്ചത്. ആ ഏജൻസി പറഞ്ഞു, എല്ലാ അടുപ്പുകളും എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ 6 മണിക്ക് തുടങ്ങിയാൽ ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് മുമ്പ് എല്ലാം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ സമ്മതിച്ചു. അങ്ങനെ ശനിയാഴ്ച രാവിലെ അവർ വർക്ക് തുടങ്ങി. അന്ന് ഇവിടെ അട്ടപ്പാടിയിലുള്ള ഒരു ഇടവ പള്ളിയുടെ വെഞ്ചിരിപ്പ് കർമ്മം ഉള്ളതുകൊണ്ട് ഞാനും മറ്റു വൈദികരുടെ കൂടെ വെഞ്ചിരിപ്പ് കർമ്മങ്ങൾക്ക് പോയി. വെഞ്ചിരിപ്പ് കർമ്മം കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് ഒരു കോൺവെന്റിൽ കുട്ടികൾക്ക് ക്രിസ്ത്യൻ ധ്യാനം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വെഞ്ചിരിപ്പ് കർമ്മം ക്രിസ്ത്യൻ ധ്യാനത്തിനും പോയി. അങ്ങനെ ക്രിസ്ത്യൻ ധ്യാനം കഴിഞ്ഞ് ശനിയാഴ്ച രാത്രി 10 മണിയായി ഞാൻ സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ മടങ്ങിയെത്തുമ്പോൾ അപ്പോൾ കണ്ട കാഴ്ച, അടുപ്പിന്റെ പണി പൂർത്തിയാകാതെ അത് അവര് ഇട്ടുപോയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബർണർ അടുപ്പ് ഫിറ്റ് ചെയ്യണം. അത് കുറച്ച് പണികളുണ്ട്. അപ്പോൾ ഞാൻ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അതിന് ഏതാനും നെട്ടുകളും ബോൾട്ടുകളും മാത്രമേ ഫിറ്റ് ചെയ്യാനുള്ളൂ. അത് നാളെ രാവിലെ വന്ന് 1 മണിക്കൂർ നേരത്തെ പണിയുണ്ട്. നാളെ രാവിലെ വന്ന് ആ പണി പൂർത്തിയാക്കിയിട്ട് പോകാം എന്ന് പറഞ്ഞ് അവരിപ്പോൾ ഗൂളിക്കടവ് അഗളിയിലുള്ള ലോഡ്ജിൽ പോയി താമസിക്കുകയാണ് പണിക്കാര്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ നിമിഷങ്ങളിൽ ചിന്തിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. ഇവർ കർത്താവിന്റെ ആലയത്തിൽ ഞായറാഴ്ച പണി ചെയ്യുന്നത് ഉചിതമോ? സാബത്ത് ദിവസം പണി ചെയ്യുന്നത് ഉചിതമോ? ഞാൻ പണി ചെയ്യുന്നില്ല, പക്ഷെ പണിക്കാർ പണി ചെയ്യുന്നത് ഉചിതമോ? അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ശക്തമായ പ്രേരണ തന്നു. ഞാൻ പറഞ്ഞു, നാളെ 1 മണിക്കൂർ പണിയായാലും ആ പണി ഈ ആലയത്തിൽ ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഗുളിക്കടവ് ലോഡ്ജിലുള്ള പണിക്കാരെ വിളിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് തിങ്കളാഴ്ച വരണമെങ്കിൽ, നാളെ മടങ്ങിപ്പോയി തിങ്കളാഴ്ച വരണമെങ്കിൽ അതിന്റെ മുഴുവൻ പേയ്മെന്റും അന്നത്തെ കൂലിയും അതിനുള്ള എല്ലാ നഷ്ടകഷ്ടങ്ങളും ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ നാളെ പോയിട്ട് തിങ്കളാഴ്ച വരാമെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു. ധാരാളം സാമ്പത്തിക നഷ്ടങ്ങൾ വരുന്ന ഒരു കാര്യമാണിത്. എങ്കിലും ദൈവം നൽകിയ നിർദ്ദേശം അനുസരിച്ച് സൂക്ഷ്മമായി വചനം പാലിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, എത്ര കഷ്ടനഷ്ടങ്ങൾ വന്നാലും നിങ്ങൾ നാളെ മടങ്ങിപ്പോവുക, ഞാൻ തിങ്കളാഴ്ച വന്ന് ബാക്കി വർക്ക് ചെയ്യുക. അതിനേക്കാൾ വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഞായറാഴ്ച സെഹിയോൻ ധ്യാനം തുടങ്ങുന്ന ദിവസമാണ്. അപ്പോൾ ഈ ധ്യാനം തുടങ്ങുമ്പോൾ അടുപ്പില്ലെങ്കിൽ അതിൻ്റെതായ വലിയ കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. എന്തുതന്നെ ആയാലും കർത്താവിന്റെ വചനം സാബത്ത് ആചരണത്തെ കുറിച്ച് പുറപ്പാടിന്റെ പുസ്തകം 31-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയ വചനം എന്റെ മേൽ ഓർമ്മ വന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ എന്റെ സാബത്ത് സൂക്ഷ്മമായി ആചരിക്കണം, സൂക്ഷ്മമായി ആചരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, എന്തായാലും ശരി, വേറെ ഏതെങ്കിലും വിധത്തിൽ ഭക്ഷണം പാചകം ചെയ്താലും ശരി, നാളെ ഈ അടുപ്പിന്റെ പണിക്കാർ പണിയണ്ട. അങ്ങനെ അവരെ പറഞ്ഞയച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം അവർ തിങ്കളാഴ്ച വന്നു. 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് ഒരു പണിയൊക്കെ പെട്ടെന്ന് പൂർത്തിയാക്കി അടുപ്പെല്ലാം ശരിയാക്കി തന്നു. പ്രൈസ് ദി ലോർഡ്. ഞായറാഴ്ച ധ്യാനിക്കാൻ വന്നവർക്കുള്ള ഭക്ഷണങ്ങൾ വെക്കാനുള്ള സംവിധാനങ്ങൾ ദൈവത്തിന്റെ സഹായത്താൽ തടസ്സം കൂടാതെ സമയാസമയത്ത് ഭക്ഷണം ഉണ്ടാക്കാനുള്ള വേറെ സംവിധാനങ്ങളും ധ്യാന കേന്ദ്രത്തിൽ ഉണ്ടായി. എന്തായാലും ശരി, ദൈവം കൽപ്പിച്ചതനുസരിച്ച് കൃത്യമായി സാബത്ത് ആചരിക്കാൻ അന്ന് എനിക്ക് കഴിഞ്ഞു. അപ്പോൾ പല പ്രലോഭനങ്ങളും ഉണ്ടായി. ഒരു നെട്ട് പൊട്ടിട്ട് മുറുക്കണ കാര്യമല്ലേ ഉള്ളൂ, അതൊരു പണിയായിട്ട് കണക്കാക്കാനുണ്ടോ? 1 മണിക്കൂർ നേരത്തെ പണിയല്ലേ ഉള്ളൂ, അത് സാരമില്ല എന്ന് വിചാരിച്ചാൽ പോരെ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു. എങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് കർശനമായ നിർദ്ദേശം തന്നു, കർത്താവിന്റെ സാബത്ത് സൂക്ഷ്മമായി ആചരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം എന്റെ ജീവിതത്തിലുണ്ടായ അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. പിന്നെ സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ അടുപ്പ് സംബന്ധമായ എന്തു കാര്യം കർത്താവിന് പ്രാർത്ഥിച്ചാലും അത് ദിവസങ്ങൾക്കുള്ളിൽ ദൈവം തന്നെ നേരിട്ട് വന്ന് നടപ്പാക്കി തരുന്ന അനുഭവമാണ് എനിക്കുണ്ടായത്. അതിനുശേഷം ഞാൻ പുകയില്ലാത്ത അടുപ്പിന് വേണ്ടി, സെറ്റിൽമെന്റ് അടുപ്പിന് പുകയില്ലാത്ത അടുപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത്
അതിന് ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന സംഗതിയാണെങ്കിലും അതിന് പറ്റിയ ആളുകൾ വന്നു, അതിന് പറ്റിയ എഞ്ചിനീയേഴ്സ് വന്നു, പെട്ടെന്ന് അതിന്റെ പണികൾ പൂർത്തിയാക്കി തന്നു. പിന്നെ അവിടെ അടുക്കളയിൽ സ്റ്റീം അടുപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചു, അതിന് പറ്റിയ ആൾ വന്നു, അത് പെട്ടെന്ന് ശരിയാക്കി തന്നു. അടുപ്പ് സംബന്ധമായ എന്ത് കാര്യം പ്രാർത്ഥിച്ചോ യാതൊരു തടസ്സവും കൂടാതെ സഗീവൻ ധ്യാന കേന്ദ്രത്തിൽ പിന്നീട് ഇങ്ങോട്ട് ഇന്ന് വരെ അടുപ്പ് സംബന്ധമായ കാര്യങ്ങൾ ദൈവം എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. അതിന്റെ തുടക്കം സാബത്ത് സംബന്ധിച്ച് ഒരു കാര്യത്തെ സൂക്ഷ്മമായി പാലിക്കാൻ എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ എളിമപ്പെട്ടപ്പോൾ എന്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചനം സൂക്ഷ്മമായി പാലിക്കുമ്പോൾ ദൈവം കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന അനുഭവം ദൈവ പൈതലിന് ലഭിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിയമാവർത്തനം 28:14 പറഞ്ഞിരിക്കുന്നത്, ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങളിൽ നിന്ന് ഇടം വലം നിങ്ങൾ വ്യതിചലിക്കരുത്. അല്പം നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്പം പോലും വ്യതിചലിക്കരുതെന്ന് ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം. കർത്താവിന്റെ ആത്മാവ് നിറഞ്ഞ അപ്പോസ്തലൻ കർത്താവിന്റെ മക്കളോട് കൽപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ഫിലിപ്പിയ 2:15. നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചെന്നും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവീൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ കുറ്റമറ്റ ദൈവമക്കളായിരിക്കാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞ അപ്പോസ്തലൻ ദൈവമക്കളെ ഉത്ബോധിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ദൈവത്തിന്റെ ഇത്രയും ജ്ഞാനം നിറഞ്ഞ ഈ വലിയ അപ്പോസ്തലന്മാർ ഇങ്ങനെ ദൈവജനത്തോട് കൽപ്പിക്കുമ്പോൾ അവർ ആലോചിച്ച് നോക്കാതിരിക്കുമോ? ഈ ഭൂമിയിൽ കുറ്റമറ്റ വിധം വചനം പാലിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? മനുഷ്യന് സാധ്യമായ കാര്യമാണോ? നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇത്തിരിയൊക്കെ വീഴ്ചകൾ വരില്ലേ? അത്ര പെർഫെക്റ്റ് ആയിരിക്കാൻ നമുക്ക് പറ്റുമോ? ഇതൊന്നും അറിയാതെയാണ് അപ്പോസ്തലന്മാർ കൽപ്പിക്കുന്നത്. ഇതൊന്നും അറിയാതെയാണ് സർവശക്തനായ ദൈവം അബ്രാഹത്തോട് പറഞ്ഞത്, ഞാൻ സർവശക്തനായ ദൈവമാണ്, നീ എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക എന്ന് പറഞ്ഞത്. ഒന്നും അറിയാതെ ദൈവം ആവശ്യപ്പെട്ടിരിക്കുകയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എല്ലാം അറിയുന്ന, മനുഷ്യന്റെ എല്ലാ ബലഹീനതകൾ അറിയുന്ന, മനുഷ്യന്റെ എല്ലാ പോരായ്മകൾ അറിയുന്ന, മനുഷ്യന്റെ ഓരോ ദൗർബല്യങ്ങൾ അറിയുന്ന ദൈവവും ദൈവത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞ അപ്പോസ്തലന്മാരുമാണ് കൽപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത്. നിങ്ങൾ വഴിപിഴച്ചതും വക്രതയുള്ളതുമായ ഈ തലമുറയുടെ ഇടയിൽ കുറ്റം അറ്റ ദൈവമക്കളായി വർത്തിക്കുവീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനൊരു തീഷ്ണത നമുക്ക് ആവശ്യമാണ്. ഇതൊക്കെ എങ്ങനെയായാലും കുഴപ്പമില്ല, ഇത്തിരിയൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്നാലും സാരമില്ല എന്ന മനോഭാവം, ലാഘവ ബുദ്ധി ആത്മീയ കാര്യങ്ങളിൽ നന്നല്ല. ആത്മീയ കാര്യങ്ങളിൽ മകനെ മകളെ വളരാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിനക്ക് അത്യന്താപേക്ഷിതമായ ഒരു സ്വഭാവവിശേഷമാണ് ശുഷ്കാന്തി, തീഷ്ണത. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നീ തീഷ്ണമതിയാകണം. നീ ഇങ്ങനെ തണുത്തിരുന്നാ പോരാ, നീ ഇങ്ങനെ മന്ദതയിരുന്നാ പോരാ, നീ ഇങ്ങനെ എങ്ങനെയെങ്കിലും ആയാൽ മതി എന്ന് ചിന്തിച്ചാ പോരാ. നീ ഉണരണം, നീ ഉണരണം, നീ തീഷ്ണമതിയാകണം. നീ ശുഷ്കാന്തിയോടെ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ വചനം പാലിക്കാൻ വേണ്ടി ഉണരണം. ഇത് ദൈവവചനം ആഹ്വാനം ചെയ്യുന്ന സംഗതി അത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ലോകമാണ്, ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുകയുള്ളൂ, ഇതൊന്നും സാരമില്ല, ഇതൊക്കെ ഇത്രേ പറ്റുള്ളൂ, ഇങ്ങനെ ചിന്തിക്കുന്നത് പിശാചിന്റെ ഒരു കെണിയത്രേ. പ്രൈസ് ദി ലോർഡ്. ഇത് പൈശാചികമായ ഒരു നുണയത്രേ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ ദൈവമക്കൾക്ക് വചനം പാലിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. വചനം അനുസരിച്ച് കുറ്റമറ്റ മക്കളായി വ്യാപരിക്കാൻ ദൈവമക്കൾക്ക് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ 12-ാം അധ്യായം 11-ാം വാക്യത്തിൽ അപ്പോസ്തലൻ ഉത്ബോധിപ്പിക്കുന്ന പ്രകാരമാണ്, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി നിങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. നിങ്ങൾ നിങ്ങളുടെ കർത്താവിനെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ശുഷ്കാന്തി വേണം, നിങ്ങൾക്ക് എരിവ് വേണം, നിങ്ങൾക്ക് ഹൃദയത്തുറവി വേണം, നിങ്ങൾക്ക് ഉണർവ് വേണം. ഉണർവോടും എരിവോടും ശുഷ്കാന്തിയോടും കൂടെ കർത്താവിനെ ശുശ്രൂഷിക്കാൻ നിങ്ങൾ ഉത്സുകരാകുവീൻ. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മന്ദത മാറിപ്പോകട്ടെ, മരവിപ്പ് മാറിപ്പോകട്ടെ, തണുപ്പ് മാറട്ടെ, ആത്മീയ മരവിപ്പ് മാറട്ടെ. എങ്ങനെയായാലും കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എന്ന പൈശാചിക ചിന്ത യേശുവിന്റെ നാമത്തിൽ ദൈവമക്കളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ദൈവമക്കളുടെ ഹൃദയങ്ങൾ ഉണരട്ടെ, ആത്മാവ് ഉണരട്ടെ. ശുഷ്കാന്തിയോടെ ദൈവത്തെ ആരാധിക്കാൻ, എരിവോടെ ദൈവമാർഗത്തിൽ നടക്കാൻ, തീഷ്ണതയോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ, ജീവിതം ഒരു വിശുദ്ധ ജീവിതമായി അർപ്പിക്കാൻ തക്കവിധം എല്ലാ ഹൃദയങ്ങളും ഉണരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീഷ്ണമതികളാകാൻ വേണ്ടി കർത്താവിന്റെ തീഷ്ണതയുടെ ആത്മാവ് ഇപ്പോൾ ദൈവമക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. തണുത്തിരിക്കുന്നവർ, മന്ദത്തിരിക്കുന്നവർ, ഭക്തിരാഹിത്തിരിക്കുന്നവർ ഇപ്പോൾ പുതുജീവൻ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ ആവസിക്കട്ടെ.
അബ്രാഹാമിന് 99 വയസ്സുള്ളപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, നീ എന്റെ സന്നിധിയിൽ വ്യാപരിക്കുക, കുറ്റം അറ്റവനായി വർത്തിക്കുക, വാക്ക് ബിഫോർ മീ ആൻഡ് ബി പെർഫെക്റ്റ്. നിയമാവർത്തനം 28:14. നിങ്ങൾ ഇടം വലം വ്യതിചലിക്കരുത്. ഫിലിപ്പിയ 2:15 വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളായി വർത്തിക്കുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വചനം സൂക്ഷ്മമായി പാലിക്കാനുള്ള അഭിഷേകം ഇപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ സകല ഹൃദയങ്ങളിലേക്ക് ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കാരുണ്യനാഥനാം ദൈവമേ, ദിവ്യകാരുണ്യാമൃതം നീ ചൊരിയൂ. ദിവ്യസൂര്യനാമേശുവേ രക്ഷക, ദിവ്യസ്നേഹാഗ്നിജ്വാലയായി നീ നിറയൂ. ദിവ്യകാരുണ്യനാഥനാം ദൈവമേ, ദിവ്യകാരുണ്യാമൃതം നീ ചൊരിയൂ. ദിവ്യസൂര്യനാമേശുവേ രക്ഷക, ദിവ്യസ്നേഹാഗ്നിജ്വാലയായി നീ നിറയൂ. അഞ്ജലി കൂപ്പി ഹൃദയമുയർത്തി, കണ്ണുകൾ താഴ്ത്തി, കാതുകൾ ചേർത്ത് തവ പാതെ ഞങ്ങൾ അണഞ്ഞിടുന്നു. ആത്മാവിലങ്ങേക്കാരാധന, അനുദിനമങ്ങേക്കാരാധന, ആയിരമായിരം ആരാധന, അനുദിനമങ്ങേക്കാരാധന. വചനം സൂക്ഷ്മമായി പാലിക്കുക. ജീവിതത്തിൽ ആത്മീയ ഉണർവ് മങ്ങിപ്പോയ എല്ലാ സാഹചര്യങ്ങളിലേക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത അഭിഷേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ജീവിതത്തിൽ എനിക്ക് എന്റെ കർത്താവിന്റെ വചനങ്ങൾ സൂക്ഷ്മമായി പാലിക്കണം. ഇടം വലം വ്യതിചലിക്കാതെ കർത്താവിന്റെ മാർഗത്തിലേക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തണം. തീഷ്ണത ഹൃദയത്തിൽ എരിയട്ടെ. ഏലിയാട് ഹൃദയം എരിഞ്ഞതുപോലെ ഇപ്പോൾ ഹൃദയത്തിൽ ദൈവിക തീഷ്ണത കൊണ്ട് ഹൃദയം ജ്വലിക്കട്ടെ. എല്ലാ ദൈവമക്കളും ഇപ്പോൾ കരങ്ങൾ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. തീഷ്ണതയുള്ള ഒരു ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എരിവുള്ള ഒരു ഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ അത്ഭുത ശക്തിയാൽ എല്ലാ തരത്തിലുള്ള അലസത, ആത്മീയ മന്ദത, ആത്മീയ മരവിപ്പ്, തുറവിയില്ലായ്മ, ഭക്തിരാഹിത്യം, വിശ്വാസക്കുറവ് ഇതെല്ലാം ദഹിച്ചു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ തീഷ്ണത ശക്തി കൊണ്ട് നിറയട്ടെ. അത്ഭുതകരമായ അഭിഷേക ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. കർത്താവെ, എല്ലാ ഹൃദയങ്ങളെയും അവിടുന്ന് സ്നേഹം കൊണ്ട് എരിയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൃദയങ്ങൾക്കും ഉണർവിന്റെ അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ മന്ദത യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ആത്മീയ മരവിപ്പ് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഹൃദയങ്ങളിലേക്ക് യേശുവിന്റെ അത്ഭുത സ്നേഹം നിറയട്ടെ. ഹൃദയങ്ങൾ ദൈവസ്നേഹാഗ്നി കൊണ്ട് കത്തിയെരിയട്ടെ. കർത്താവിന്റെ വചനം ഇടം വലം വ്യതിചലിക്കാതെ സൂക്ഷ്മമായി പാലിക്കാനുള്ള ആത്മീയ തീഷ്ണത എല്ലാ ഹൃദയങ്ങൾക്കും വരദാനമായി ലഭിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ആത്മാവിലങ്ങേക്കാരാധന, അനുദിനമങ്ങേക്കാരാധന, ആയിരമായിരം ആരാധന, അനുദിനമങ്ങേക്കാരാധന. അന്നക്കുട്ടി, സ്ഥലം മുണ്ടേര്. എനിക്ക് 20 വർഷമായി വയറിന് വേദന തുടങ്ങിയിട്ട്. അപ്പം അന്ന് മുതൽ ചികിത്സയും മരുന്നും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു. രോഗം കണ്ടുപിടിച്ചില്ല. ഈ ഒക്ടോബർ മാസത്തിലാണ് രോഗം കണ്ടുപിടിച്ചത്. ചെറുകുടലിലെ ചുരുങ്ങ എന്നുള്ള രോഗം കണ്ടുപിടിച്ചു. 20 വർഷമായി ചെറുകുടൽ ചുരുങ്ങുന്ന രോഗത്തിന്റെ പിടിയിലായിരുന്നു.
അപ്പൊ അന്ന് മുതൽ ഇപ്പോഴും മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗുളിക ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതിവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് ഇതുവരെ ഗുളിക കഴിച്ചില്ല. തിങ്കളാഴ്ച എനിക്ക് വയറുവേദന ഉണ്ടായിരുന്നു. ഇതിന്റെ ലക്ഷണം എന്തൊക്കെയാണ്? ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? വേദനയുണ്ടോ? ഭക്ഷണം എനിക്ക് പയറുവർഗ്ഗങ്ങള് കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒന്നും കഴിക്കാൻ പാടില്ല. വയറ് ഇപ്പോൾ ഇങ്ങനെ കമ്പിച്ചിരിക്കും. ഇവിടെ വന്ന പിന്നെ എല്ലാ ആഹാരവും ഞാൻ കഴിക്കുകയും ചെയ്തു. എനിക്ക് പിന്നെ തിങ്കളാഴ്ച മുതൽ എനിക്ക് വയറുവേദന, തിങ്കളാഴ്ച രാവിലെ എനിക്ക് വയറുവേദന ഉണ്ടായിരുന്നു. അത് പിന്നെ എനിക്ക് വയറുവേദന ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് 2 വർഷമായിട്ട് ഈ വശം വെച്ച് ഇരിക്കാൻ പാടില്ല, പള്ളി ചെന്നാലും ഒന്നും ഇരിക്കാൻ പാടില്ല. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങ് മറിഞ്ഞു പോകും. അപ്പൊ ഈ ഒരു വശം വെച്ച മാത്രമേ ഞാൻ ഇരിക്കണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ സൈഡ് മറിഞ്ഞു വീഴും. അപ്പൊ ഇന്നലെ സ്തുതിപ്പിന്റെ സമയത്ത് ഇങ്ങനെ മുട്ടുകുത്തിന്നപ്പോ ഞാൻ അറിയാതെ അങ്ങോട്ട് ഇരുന്ന് പോയി. ഇരുന്ന് കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കണ്ണു പറഞ്ഞപ്പോ എനിക്ക് തോന്നി ഞാൻ ഈ വശം വെച്ചാണല്ലോ ഇരിക്കണത്. അപ്പൊ ഞാൻ ശരിക്കും ഒന്ന് നോക്കിയപ്പോ ഒന്നോടെ എണിച്ചു പിന്നെ ഇരുന്നു. പിന്നെ എനിക്ക് ആ വേദന എങ്ങനെ ഉണ്ടായിട്ടില്ല. വലിയ 2 സൗഖ്യങ്ങൾ നൽകി കർത്താവ് മകളെ അനുഗ്രഹിച്ചു. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിന് എഴുതാനിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിന് എഴുതാനിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. എൻ്റെ പേര് തോമസ്, ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ 8 വർഷമായിട്ട് എൻ്റെ ഈ കൈ കൊണ്ട് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. ലെഫ്റ്റ് ഹാൻഡ് പൊങ്ങത്തിലായിരുന്നു. ഞാൻ ചെരുപ്പത്തിൽ ഒന്ന് വീണതാണ്. ചെരുപ്പ് വീണ് അന്ന് ഒരു കൈക്ക് വേദന ഉണ്ടായിരുന്നു. അതിനുശേഷം കൈ കൊണ്ട് വലിയ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എടുക്കാൻ പറ്റില്ലായിരുന്നു. ഇല്ല, എടുക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ കൈ ചൂട്ടാം, അടിക്കാം. ഒരു ഇഞ്ച് പോലും ചലിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു കുഴപ്പമില്ലാതെ പൊക്കാൻ സാധിക്കും. ഒരു കുഴപ്പമില്ലാതെ കൈയടിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ കൈയടിക്കാൻ സാധിക്കുന്നുണ്ട്. 8 വർഷമായി കൈകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന സഹോദരനാണ് ചങ്ങനാശ്ശേരി എന്നുള്ള തോമസ് ചേട്ടൻ. എന്നാൽ ഇപ്പോൾ ഈ 2 കൈകൾ കൊണ്ട് കൈയടിക്കാനും ചോറുന്നാനും എല്ലാ ജോലികൾ ചെയ്യാനും കൈ ഉയർത്താനൊക്കെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈയടിക്കാവോ? ഒന്ന് കൈയടിച്ച് സന്തോഷത്തോടെ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ഞങ്ങളുടെ അഡ്രസ്: ഡയറക്ടർ സെഹിയോൻ ധ്യാന കേന്ദ്രം, താവളം PO, അട്ടപ്പാടി, പാലക്കാട് ജില്ല, കേരള. പിൻ 678589. ഫോൺ 04924253333 ആൻഡ് 253647. ഞങ്ങളുടെ ഇമെയിൽ ID sehion@gmail.com. വെബ്സൈറ്റ് www.sehion.org.